ഞങ്ങളിതാ വോട്ടൊക്കെ ചെയ്ത് ഞങ്ങളിങ്ങനെ തിരിച്ചു പോവുകയാണ്. ഏതായാലും എല്ലാവർക്കും ഉപകാരപ്പെട്ട പാർട്ടി സ്ഥാനാർത്ഥികൾ ഒക്കെ വിജയിച്ച് നല്ല കാലങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെന്താ, എല്ലാവരും വോട്ടൊക്കെ ചെയ്തില്ലേ? ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് വോട്ട് ചെയ്യേണ്ട ദിവസമാണല്ലോ. നിങ്ങളൊക്കെ വോട്ട് ചെയ്തോ? ഇനി ചെയ്യാത്തവരാരൊക്കെ ഞാൻ എല്ലാം ചെയ്യാത്തവരൊക്കെ വേഗം പോയി ചെയ്താളെയും ഒട്ടും പാഴാക്കണ്ട. നമ്മളൊരു അവകാശം തന്നെയാണ് ഇത്, നമ്മുടെ ഓരോ വ്യക്തിൻ്റെയും. അപ്പം ഞങ്ങളൊക്കെ വോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മുടെ മാളുവിൻ്റെ ആയിക്കോട്ടെ, എൻ്റെ ആയിക്കോട്ടെ, നമ്മളൊക്കെ മാളു പഠിച്ച സ്കൂളിൽ വെച്ചിട്ടാണ് വോട്ട് ചെയ്യാനുള്ളത്. നമ്മളെ തൊട്ടടുത്ത് കുട്ടാട്ട് ചെറുസോല എന്ന് പറയും. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നിട്ടാ. എല്ലാവരും ഉണ്ട്. മുത്തുകൊണ്ട് ബൈക്കിൽ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അപ്പം ഞാൻ, മാളു, അപ്പം തന്നെ അനിയൻ്റെ ഭാര്യ, അനിയനും ഉമ്മ എല്ലാവരും ഒന്നിച്ചാണ് പോവുകയാണ്. ഏതായാലും നമുക്ക് പോയി വെക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ വിശേഷങ്ങൾ, അതിനോട് ബന്ധപ്പെട്ട വിശേഷങ്ങളാണ്. അതുപോലെ തന്നെ ഒരുപാട് വിശേഷങ്ങളുമായിട്ട് പങ്കുവെക്കാണ്ട്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാം. പോവാം നമുക്ക് വീഡിയോയിലേക്ക്. ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോവാൻ ട്ടാ. ഒരു സാധനം കാണിച്ചു തരാട്ടാ. ഇവിടെ എന്താ മൈമിങ് ആണ്? മോണാക്ട് ആണ് മോനാ? മോൾട്ടിയാ ആയാ ആയാ? ഇന്നെന്താ സ്പെഷ്യല്? ഇതിന് തുറന്ന നല്ലൊരു വീടാണ്. ഇവര് രണ്ടാളും തെറ്റിക്കണേ. നമ്മളെ അയൽവാസിത്തെ കുട്ടിയാണ് കേട്ടാ. ഇവനും ഇവളും തെറ്റിക്കണേ. വോട്ട് ചെയ്യാൻ പോകുകയാണ്. നിങ്ങൾ അറിയണ്ടാ? വണ്ടി സ്ഥലമില്ല. വണ്ടിയിൽ കുഞ്ഞാപ്പ, കുഞ്ഞാമ്മ, ഇമ്മമ്മ എല്ലാരും കൂടിയാണ് പോണേട്ടാ. പിന്നെ എന്റെ വോട്ട് എന്റെ നാട്ടിലാണ്. വോട്ടും ഞങ്ങളെല്ലാരും വോട്ടും കുട്ടാട്ടപ്പാറയിലുണ്ട്. ഞാൻ പഠിച്ച സ്കൂളിലാണ്. എന്റെ ചെറിയ സ്കൂളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ. പക്ഷെ ആണ്ട് ഫോണൊന്നും കടത്താൻ പറ്റില്ല. എന്നാലും വിട്ടുനിന്നാണ് ഞാൻ എന്റെ സ്കൂളിന്റെ കാണിച്ചു തരട്ടാ. കാണാത്തവർക്ക് എന്താ അടിച്ചിട്ടുണ്ടാ? വോട്ട് ചെയ്യണ്ട. അപ്പോൾ എന്താണ്, കുഞ്ഞിപ്പിയും എമ്മയും കുഞ്ഞുമോളും ഞാനും ഭാവിയും കൂടി രണ്ട് പോണത് കേട്ടോ. പിന്നെ അവിടെ ചെന്ന് അത്യാവശ്യം വരെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് കഴിഞ്ഞ് മുത്തും കുഞ്ഞിപ്പിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂൾ. അവിടെ നിന്ന് ഞങ്ങൾക്ക് വോട്ട്. കുട്ടാട്ടപ്പാറ സ്കൂള്. അധികം നേരം അവിടെ ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലാണ്ട് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. പിന്നെ ഞങ്ങളിപ്പോൾ പെട്ടെന്ന് കഴിച്ചിലേക്ക് കേട്ടോ. പിന്നെ കുറച്ച് ആൾക്കാരെ കണ്ട്, ടീച്ചർമാരൊക്കെ വെച്ച് ടീച്ചറിനെ കണ്ട്, കുറച്ച് നമ്മൾ പരിചയമുള്ള ഒരുപാട് ആൾക്കാരെ കണ്ടിട്ട് അവിടുന്ന് ഭയങ്കര സന്തോഷമായി. അപ്പം അങ്ങനെ വോട്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഇതാ വണ്ടി കയറാൻ നിൽക്കുക. മെമ്പർ ബാവാക്കൊക്കെ സജീവമായിട്ട് കട്ടക്കുണ്ട്. അപ്പം ഞങ്ങളിതാ വോട്ടൊക്കെ ചെയ്ത് ഞങ്ങളിങ്ങനെ തിരിച്ചു പോവുകയാണ്. ഏതായാലും എല്ലാവർക്കും ഉപകാരപ്പെട്ട പാർട്ടി സ്ഥാനാർത്ഥികൾ ഒക്കെ വിജയിച്ച് നല്ല കാലങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെന്താ, എല്ലാരും വോട്ടൊക്കെ ചെയ്തില്ലേ? ആരാ? മാൾ പഠിച്ച ടീച്ചറെ കണ്ട്. ടീച്ചറെ കണ്ടാ? എന്നെ പഠിപ്പിച്ച ടീച്ചറെ കണ്ട്. നമ്മളെ കുന്നുമ്മ കേരളത്തിലാണ് പോണോടത്തല്ലേ കാലിതാക്കാന്റെ അതെന്നാവും വർത്തനം പറഞ്ഞില്ലേ കയ്യെന്നുകാണ്ട് ഒരു മുക്കനൊക്കെ ഇട്ടുകാണ്ട് അങ്ങനെ സംസാരിച്ച്. പിന്നെ നമ്മളെ നാട്ടിൽ ഒരുപാട് ആളെ കണ്ട് സംസാരിച്ച്. ഇപ്പടെ കണ്ട് സംസാരിക്കാൻ പറ്റില്ല. കുറെ ആൾക്കാരുണ്ട് അവിടെ. ആ ഭാഗത്തൊക്കെ കുറെ ആൾക്കാരുണ്ട്. നമ്മള് പഠിച്ച സ്കൂൾ ചെല്ലുമ്പോ തന്നെ രസല്ലേ? അവിടെ സംസാരിക്കാൻ പോരാ വേണ്ടാവൂല. പിന്നെ ഞാൻ പഠിച്ച 5ാം ക്ലാസ്സിലാണ് വോട്ട് ചെയ്യണത്. കഴിഞ്ഞു പോന്നു. 5ാം ക്ലാസ് 5 ക്ലാസ് 5 ഉണ്ട്. 5 വരെ ഉണ്ട്. എന്തോ പറഞ്ഞേ പോയെന്ന്. നമ്മുടെ ധീരസഖാവ് നമ്മളെ നാട്ടിലെ നേതാവാണ്. മൂപ്പര് പാർട്ടി ഇതൊന്നുമില്ല. സഖാവാണെങ്കിൽ കൂടിയിട്ട് എല്ലാരേറ്റും നമ്മുടെ ഒരു ജനകീയ നേതാവാണെന്ന് പറയാം. അവസാനം ഞങ്ങൾ വോട്ട് ചെയ്തിട്ടാ. അപ്പോൾ മക്കളെ, ഞങ്ങൾ വോട്ടൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ വീട്ടിലെത്തി. നല്ല നട്ടുവെച്ച നല്ല വെയിൽ തന്നെയാണ്. അപ്പോൾ എന്താ സംഭവം എന്നറിയാം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചോറൊക്കെ തീമിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ മീൻ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല.
അപ്പോൾ എല്ലാവരും ഉണ്ട്, മുത്തും കുട്ടിമോനും എല്ലാവരും ഇവിടെ ഉള്ളതുകൊണ്ട് അപ്പോൾ താൽക്കാലിക ആശ്വാസത്തിന് ഒരു സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്പെഷ്യൽ ഐറ്റം എന്നുള്ള നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നത്തെ കാലത്ത് ഈ സ്പെഷ്യലൊന്നും ആരും ഉണ്ടാക്കണമെങ്കിൽ നമ്മളെ പഴയ കാലത്തുള്ള ഐറ്റംസുകളുണ്ട്, പഴയ തലമുറ ഒക്കെ കഴിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഇത് കഴിക്കാനുണ്ട്. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ കഴിക്കാത്തവരുണ്ടാവും, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കഴിക്കാത്തവരുണ്ടാവും. ഇന്നതൊന്നും കഴിക്കൽ കുറവാണ്. കാരണം ഇന്ന് നമ്മളെ PV അൻവർ പറഞ്ഞ മാതിരി എല്ലാവരും കുഴിമന്തിൻ്റെ പുറകൊക്കെയാണല്ലോ. അപ്പോൾ ഇന്നത്തെ മാതിരി പറഞ്ഞ മാതിരി അപ്പോൾ എന്താണ് നമ്മൾ പോയി കേട്ടോ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഫിഷ് പൊന്നെ ഒരു കപ്പൽ വെള്ളം വായിൽ വരും. ഇതണ്ടില്ലേ തൽക്കാലം എന്ന് പറഞ്ഞാൽ 1 മണിയായിരുന്നു. എത്ര മണിയായി? 1 മണിയായോ? ഓക്കെയാ 1 മണിയായി. ആ എന്താ വെച്ചാല് അപ്പൊ എന്താ സംഭവം എന്ന് മനസ്സിലായ? നാളെ അടിപൊളി കഞ്ഞിയും മാങ്ങ ചെള്ളി മാങ്ങ ചമ്മന്തിയാണ്. ഇത് രണ്ടും കുടിച്ച കുഴിമന്തി അവിടെ നിൽക്കും. വോട്ട് ചെയ്തു കൊറേ ഞാൻ വായിച്ചാൽ നോക്കി, പറ്റിയില്ലല്ലേ? അപ്പൊ ഞാനും ചെയ്ത് വോട്ട്. ഇതൊന്ന് ഞങ്ങള് എന്താണ് ഇന്നിപ്പോ സ്കൂളും മദ്രസ ഒന്നും ഇല്ലല്ലോ. അപ്പൊ നേരെ വൈകിട്ടാണ് കടിയൊക്കെ ഉണ്ടാക്കിയത്. 10:30 ഇങ്ങനെ ചായയും കടിയും കുടിച്ചപ്പോ തന്നെ പിന്നെ ഞങ്ങള് വോട്ട് ഒന്നും ചെയ്തിട്ടില്ല. വോട്ട് ചെയ്യാൻ പോയി. ചോറ് തീമിട്ടാണ് വോട്ട് ചെയ്യാൻ പോയത്. കുട്ടിമാനെ ഏൽപ്പിച്ചുകൊണ്ട് വന്നപ്പോ പിന്നെ ചോറ് വന്നല്ലോ, അതമ്മ നമുക്ക് കൂട്ടാണ്ടാക്കി പറ്റില്ല. അപ്പൊ മുത്തൂന് വെച്ചിക്കണേ, കുട്ടിമാർക്ക് വെച്ച്. കുട്ടിമാൻ പിന്നെ ചായ ഒരു കലപ്പത്തി കൊന്നുള്ളൂ. വായിച്ചിക്കണേ, ഞാൻ എന്നിട്ട് പോയിട്ടില്ല. ആ ബാവാന്റെ 2 ഉമ്മാന്റെ വോട്ടും ബാവയെ ചെയ്തു. അപ്പൊ എന്റെ സ്കൂൾ കണ്ടില്ല നിങ്ങള്? എന്റെ സ്കൂൾ അതാട്ടാ, എന്റെ ചെറിയ സ്കൂൾ അതാണ്. ഞാൻ 1 മുതൽ 5 വരെ പഠിച്ച സ്കൂൾ അതാണ്, കുട്ടാട്ട് സ്കൂള്. പിന്നെ എന്താണ് ഭയങ്കര എരുണ്ട്. അപ്പൊ കഞ്ഞിയും ചമ്മന്തിയും മുത്തൂനോട് കഞ്ഞി വെച്ചപ്പോ എനിക്ക് വേണം. മുത്തു നാളെ നല്ല കഞ്ഞി കുടിച്ചിരുന്നു. ചമ്മന്തി വടങ്ങന്ന് പറയണ്ട, കഞ്ഞിയും ചമ്മന്തിയും കുടിച്ചാൻ പോകണം. ഞങ്ങളിഞ്ഞ് എല്ലാവർക്കും ഉണ്ട് ചമ്പട്ടി കഞ്ഞി വിളമ്പിക്കണ്. നിങ്ങളും കുടിച്ചേണ്ടി വരും കേട്ടാ. ഞങ്ങള് കുടിക്കാൻ പോവാണേ. നിങ്ങളുടെ വിവരങ്ങളും കേട്ടാ. ഏത് മുതലുണ്ടെങ്കില് അപ്പൊ ഞങ്ങള് ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുപോകാൻ പോകട്ടാ. അപ്പം ബീതനപ്പുറത്ത് മോനെ ഇവിടെ ഇരിക്കുന്നുണ്ട് കഞ്ഞി കടിയില്. ആണ് കൊണ്ടുപോകട്ടാ. ആർക്കാ? മുത്തൂനോ? ഈ പാത്രം കണ്ടു മാറ്റണം പറഞ്ഞു. ഇതിലൊക്കെ ചൂടാറുള്ളൂ മക്കളെ. പാത്രം ചൊർക്കൊന്നും ഉണ്ടാവില്ല, ഉപകാരം നടന്നാൽ മതി. കുഞ്ഞുമോൾ തന്നെ പാത്രം ചൊർക്കുണ്ടാവില്ല, നമുക്ക് ഉപകാരം നടന്നാൽ മതി. ചൊർക്കിലല്ലേ കാര്യം, നമുക്ക് ഉപകാരം കിട്ടണ്ട, അതിലാണ് കാര്യം. നാളെ കമന്റ് ഉണ്ട്, ആ പാത്രം മാറ്റിക്കൂടി. എന്തിനാ നമ്മള് പാത്രം മാറ്റണം? ഒരു പാത്രം പോലും കിട്ടാത്ത എത്ര ആൾക്കാരുണ്ട്. അതിലേക്ക് പാത്രം ഇല്ലാത്ത ഭക്ഷണം കഴിക്കാനും പാത്രം ഇല്ലാത്ത. നമ്മൾ അത് വെച്ച് നമ്മളൊരു പയത് ഒഴിവാക്കാൻ പാടില്ല. അങ്ങനെ ഒഴിവാക്കാൻ എന്തെല്ലാം ഒഴിവാക്കാൻ പയത്. പയത് വിളമ്പിയാണ് കൊണ്ടുപോകല്ലേ? അല്ല വേറെ വേറെ പാത്രമാണല്ലോ. എനിക്കയില്ല ഇല്ല മുത്തൂനിതേ തോനുള്ളത്. മുത്ത എനിക്ക് തോനുള്ളത്. മുത്തൂന് ചെള്ളി ചമ്മന്തി കഞ്ഞി നല്ല ഇഷ്ടമാണ്. പിന്നെ ഇത് മുത്തൂനെ അവൻ കഞ്ഞി സ്പെഷ്യൽ കുടിക്കാൻ എല്ലാവരും കൂടി. ഞാനൊക്കെ ശരിക്കും വർഷങ്ങളായിട്ടുണ്ടാവും കഞ്ഞി കുടിച്ചിട്ടില്ല. വോട്ട് സ്പെഷ്യൽ ആണല്ലേ? വോട്ട് സ്പെഷ്യലാണ്. വോട്ടിന്റെ സ്പെഷ്യലായിട്ട് കഞ്ഞിയും അടിപൊളി. കുറച്ചായിട്ട് ചോറുണ്ട് കേട്ടാ. ഉണ്ടാ ടെൻഷൻ അടിച്ചിട്ടില്ല. കുട്ടികൾ തിന്നാത്തില്ലേ? അതുകൊണ്ടാ കുറച്ചു നേരം ചായ അടിച്ചിട്ട് ഒരു കുഞ്ഞു ചപ്പാത്തി ഓനെ. അതുകൊണ്ട് നല്ല എനർജി ഉണ്ടാവും. ശരീരമൊക്കെ നമുക്ക് എന്താ ചമ്മന്തി എങ്ങനെയുണ്ട് മുത്തോ? മുത്തൂന് എന്റെ ഇഷ്ടം. മുത്തു നാളെ പണിക്ക് വന്നേരത്തെ കഞ്ഞിട്ട് മുത്തു 2 വട്ടം കഞ്ഞി പാർന്നു. നല്ല വിശക്കും കുറെ നേരം. ഉണ്ണി ഇല്ല, മോന്റെ മുഖം മാത്രമേ ഉള്ളൂ. അത് ഇതിലാണ്, ലൈവിലാണ്. പൊന്ന എങ്ങനെയുണ്ട്? മുണ്ടൂല മോന്റെ മുണ്ടച്ചത്ത്. ഞാൻ ഇരിക്കട്ടെ. എന്റെ പാത്രം ഇതാ പഴയ പാത്രമാണ്. പഴയതും അങ്ങനെ ഒഴിവാക്കാൻ പാടില്ല. ഇതിൽ പറഞ്ഞോലൊക്കെ പറഞ്ഞോളി, കമന്റ് ഇടുന്നോലൊക്കെ കമന്റ് ഇട്ടോളി. ആ പാത്രം മാറ്റിക്കൂടിന്ന് പറയുന്നുണ്ട്. ചിലവരറിയും മുത്തുവാ ആ പാത്രം മാറ്റിക്കളീന്ന് പറയണേ. അപ്പൊ ഈ ചെമ്പട്ടിയിലാണ് മോള് കുടിച്ചത്. ഇത്രയും കുടിക്കുക കുറച്ചുള്ളത്. അത് കുറച്ചെന്താ പറയാ, ഇതിങ്ങനെ ഇതാണ് നമ്മളെ അവൽ മിൽക്കിന്റെ തന്നെ ഗ്ലാസിന്റെ മാതിരിയാണ്. കുടിച്ചോ കുറച്ചോ ആകട്ടെ. എങ്ങനെയുണ്ട് ചമ്മന്തി? എങ്ങനെയുണ്ട്? ഇജ്ജ് ഉണ്ടാക്കിയത് എങ്ങനെയുണ്ട്? എന്നോട് ചോദിച്ചാണ്. സൂപ്പറാ?
അപ്പൊ ഇന്ന് എല്ലാവരും ഇലക്ഷൻ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ട്. കുട്ടികളൊക്കെ എല്ലാവരും ഉണ്ട്. മുത്തുവിനൊക്കെ ലീവാണ്. അപ്പൊ എന്തുകൊണ്ട് എല്ലാവരും ഉള്ളതുകൊണ്ട് നിയമസഭാ സ്പോട്ട് ആദ്യമായിട്ടാണ് ആദ്യം കന്നി വോട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മാളൊന്ന് രാവിലെ തന്നെ അങ്ങോട്ട് ഇങ്ങനെ പറയണ്ട് ഇന്ന് ഞാൻ ഇലക്ഷൻ ആവുന്ന എല്ലാവരും ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് സ്പെഷ്യൽ ഫുഡ് ഞാൻ തരും. പക്ഷെ തന്നപ്പോഴാണ് കഞ്ഞി ചമ്മന്തിയെന്ന് ഞങ്ങൾ അറിഞ്ഞത്. ഇല്ലേ പക്ഷെ വൈകുന്നേരം ഒന്നും ഉണ്ടാക്കുന്നു പറയണ്ടാ. അത് ശരിക്കും ഇത് മോശമൊന്നുമില്ല. അൽഹംദുലില്ലാ നല്ല അടിപൊളിയാണ്. എവിടെയും കിട്ടാതെ ഇല്ല, പൈസ കൊടുത്താൽ കിട്ടാത്ത മുതലാണ് ഇല്ലേ. അപ്പൊ ഞങ്ങളിത് കുടിക്കട്ടെ. ബാക്കി വിശേഷങ്ങളായിട്ട് ഇപ്പൊ വരാം. ഓക്കെ. അപ്പൊ ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. വോട്ടൊക്കെ ചെയ്ത് ഇന്ന് എല്ലാരും ഒന്നിച്ചുള്ളതുകൊണ്ട് ഫുഡൊക്കെ ഒന്നിച്ച് കഴിച്ചു. അതെ. പിന്നെ ഒന്നിച്ച് ചെറിയ യാത്രയാണെങ്കിലും ഒന്നിച്ച് വോട്ട് ചെയ്യാൻ ഉമ്മയും അനിയനും ഞങ്ങൾ എല്ലാരും കൂടി പോയി. അൽഹംദുലില്ലാ. മുത്തൊക്കെ ഉണ്ടായിരുന്നു. മുത്തൊക്കെ കഴിഞ്ഞപ്പോ ഫുഡൊക്കെ കഴിച്ച് ഒരു ജസ്റ്റ് പുറത്തുനിന്ന് പോയതാണ്. അവര് ഇന്ന് ഏതായാലും ഫ്രീ അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അൽഹംദുലില്ലാ റാഹത്താണ്. അൽഹംദുലില്ലാ. ഇങ്ങനൊക്കെ ഇങ്ങനെ ആയിട്ട് ജീവിച്ചു പോയാ മതി. പിന്നല്ലേ തളർത്താൻ ഒരുപാട് പേരുണ്ടാവും. അതിനുള്ള അവസരം കിട്ടൂല മക്കളെ. അപ്പൊ അൽഹംദുലില്ലാ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. നാളെ ഞങ്ങൾ അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരണ്ടേ. വീണ്ടും വരാം. എല്ലാവർക്കും ബൈ ബൈ.